അപ്പോ നിങ്ങൾക്ക് ഈ ആടിനെ വേണം. ദിസ് ഹൈ പ്യൂരിറ്റി ബ്രീഡ്. അതെ. ലുക്ക്, ദാ ഈ കൂട്ടി കിടക്കുന്നില്ലേ, എക്സാക്ട്ലി അതാണ്. ഉവ്വ്, അതറിഞ്ഞിട്ടന്നെ ഞങ്ങള് വന്നേ. ഫോർമാലിറ്റീസ് ഉണ്ടാവും അറിയാം, എന്നാലും എന്ത് ഫോർമാലിറ്റീസ്? ജമുന പ്യാരയുടെ മിൽക്ക് ആൻഡ് മീറ്റ് സ്റ്റഡി ആയിരുന്നു പ്രോജക്റ്റ്. അതിപ്പോ കഴിഞ്ഞു. ഈ ആടിനെ യൂണിവേഴ്സിറ്റി ഹാൻഡ് ഓവറും ചെയ്തു. നൗ ഇതിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എനിക്കാണ്. എനിക്കിതിനെ എന്തും ചെയ്യാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കൈയോടെ തന്നുവിടാം. നോ പ്രോബ്ലം. ഞാനൊന്ന് ഒപ്പിട്ടാ മതി. താങ്ക് യു സർ. പക്ഷെ ഞാൻ ഇടില്ലല്ലോ. ഞാൻ ഒപ്പിടില്ല എന്ന്. എന്താ സർ? ഒപ്പിടില്ല, അത് തന്നെ. അതെന്താ മാഷെ, ഒരു ഫാമിലിയുടെ കാര്യമാണ് മാഷെ, വലിയ ഹെൽപ്പ്. 2 reasons. 1, ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ മര്യാദയ്ക്ക് നിനക്കൊന്നും എണീക്കാൻ തോന്നിയില്ലല്ലോടാ. നോട്ട് ലൈക്ക് ദാറ്റ്. യു ഷുഡ് പ്രോപ്പർലി സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഷോ റെസ്പെക്ട്. എന്റെ മാഷെ. സോറി സർ. സെക്കൻഡ് റീസൺ, ഇതും ചേർത്തേ 7ാമത്തെ തവണയാണ് നിങ്ങൾ എന്നെ മാഷേ മാഷേ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം മാഷല്ലേ? എടോ, സ്കൂളിൽ പിള്ളേരെ 4 അക്ഷരം പഠിപ്പിക്കുന്ന ഒരു മാഷ എവിടെ കിടക്കുന്നു. PhDയും പോസ്റ്റ് ഡോക്ടറേറ്റും ചെയ്ത 3-4 ഇന്റർനാഷണൽ മാഗസീൻസിലെ വർക്ക് പബ്ലിഷ് ചെയ്ത് ഞാൻ എവിടെ കിടക്കുന്നു. ഇനഫ്, നിങ്ങൾക്ക് പോവാം. സോറി സർ, വെരി സോറി സർ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ഓക്കേ മാഷെ, അപ്പൊ ഞങ്ങൾ പോട്ടെ മാഷെ. എടോ, കൊന്ന് കറി വെച്ചാലും ഈ ആടിനെ ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. ഓ, കറി വെക്കുമ്പോ കുരുമുളക് കൂട്ടി വെച്ചോളൂ മാഷെ. ഞങ്ങളെ കഴിക്കാൻ വരാനുണ്ട് കേട്ടോ മാഷെ. ഇതിനെയും കൊണ്ടോ. കൊണ്ടുപോണ്. എന്തൊട്ട് മാഷോട് നോക്കിയാ. ഹലോ, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. പോവാ. ഓ, എന്തൊരു സാധനമാണ്. ഇങ്ങനെ ഉണ്ടോ? ഈഗോന്റെ അറ്റ. ചില പ്രൊഫസേഴ്സ് അങ്ങനെയാ. മാഷ് എന്നല്ല പിന്നെ എന്തിട്ട് വിളിക്കുക? ബഹുമാനം എങ്ങനെ ചോദിച്ച വാങ്ങ? നമ്മുടെ വടക്കഞ്ചേരി അല്ലേ ഒരു ഇക്ബാൽ മാഷ് ഉണ്ട്. വടക്കഞ്ചേരി HSL വിജയ ശതമാനം 100ആണ്. പഠിപ്പിക്കാനും മൂപ്പരുണ്ടാവും, യൂത്ത് ഫെസ്റ്റിവലിൽ നാടൻ കളിക്കാനും ഉണ്ടാവും. നാട്ടിലെ മാഷിനെ കണ്ട എണീറ്റ് നിൽക്കാത്തവരില്ല. മൂപ്പരുടെ അടുത്ത് ഒരു 1/2 മണിക്കൂർ സംസാരിച്ചാ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ തോന്നും. അതാണ് മാഷ് എന്ന് പറഞ്ഞാൽ. ബഹുമാനം അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ ഇതെന്തൊരു ജാടത്തെണ്ടിയാണ്. മാറേക്ക അങ്ങനെ ആ വഴിയും പോയി കിട്ടി. ഒന്ന് പോയാ വേറെ വരും. അല്ല, ഈ ഇക്ബാൽ മാഷിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കാം, വാസുട്ടിനെ ഇതുവരെ പഠിച്ചു? ഡിഗ്രിക്ക് വ്യാസല് ചേർന്നാ തീർത്തില്ല, പണിക്കിറങ്ങി. അപ്പൊ പ്രാഞ്ചേട്ടനാണ്. എന്നിട്ട് അല്ല, പേരുണ്ട്, എഡ്യൂക്കേഷൻ ഇല്ല. ഓ, നമുക്ക് പ്രാഞ്ചായ മതിയേ. എഡ്യൂക്കേഷൻ വേണ്ട, പേര് മതി. ഇപ്പൊ കണ്ടാക്കിയല്ല വലിയ എഡ്യൂക്കേഷണൽ ഐറ്റംസ്. ആളുടെ കാര്യം വിടൂ. പിന്നെന്താ ഡിഗ്രി എഴുതിയെടുക്കാൻ നോക്കിയില്ല? നോക്കിണ്ടായിരുന്നു നമ്മുടെ മറ്റേ കറസ്പോണ്ടൻസ് വഴിയൊക്കെ. പക്ഷെ 10 ദിവസം കോൺടാക്ട് ക്ലാസ്സിന് പോകണം. നമുക്ക് അത്ര ദിവസം വടക്കാഞ്ചേരി മാറിയിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വടക്കാഞ്ചേരി ഇങ്ങോട്ട് പൂട്ടും. വേണമെന്ന് വിചാരിച്ച എന്ത് നടക്കുന്നു പറയണ ആളെ പറയണേ. അത് നടക്കും. പിന്നെന്താ വിചാരിച്ചൂടെ? വിചാരിക്കണോ? പിന്നല്ലാണ്ട് അങ്ങോട്ട് വിചാരിക്കണോ മാഷേ? ഓക്കെ.